തമിഴ്നാട് രാഷ്ട്രീയം ഇപ്പോൾ ഒരു വാക്പോരിന്റെ പാതയിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് നയിക്കുന്ന തമിഴക വെട്ടറിക്കഴകം വലിയൊരു വിജയം നേടി അധികാരത്തിലെത്തി. ഏകദേശം ഒരു മാസത്തോളം പിന്നിട്ട് കഴിഞ്ഞു. സർക്കാരിന്റെ ഹണിമൂൺ പീരീഡ് ഒക്കെ കഴിഞ്ഞു എന്നാണ് ഏറെക്കുറെ അവർ തന്നെ പറയുന്നത്. ഇപ്പോഴും നിർണായക ഘട്ടത്തിൽ നിൽക്കവേ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം വിജയ് നടത്തിയൊരു പ്രസ്താവനയുണ്ട്. ഒരു കുട്ടിക്കഥ എന്ന് പറഞ്ഞ പേരിൽ വിജയ് ഒരു പ്രസ്താവന നടത്തുന്നു. അതിന് പിന്നാലെ ഉദയനിധി സ്റ്റാലിൻ തിരിച്ച് അതേ ഭാഷയിൽ തിരിച്ചു കൊടുക്കുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാവുന്നത് അവിടെ ഒരു വ്യക്തിപരമായ ഒരു ആക്രമണത്തിലേക്ക് ഇരു നേതാക്കളും കടന്നു എന്നുള്ള ഒരു സാഹചര്യത്തെയാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇതിനു മുൻപും വ്യക്തിപരമായ ആക്രമണം നടന്നിട്ടുണ്ട്. പോലീസിനെ ഉപയോഗിച്ചുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് ജയലളിതയായിട്ട് ബന്ധപ്പെട്ട് കരുണാനിധി അങ്ങനെയുള്ള ഒരു തുറന്ന പോരുകൾ കണ്ടൊരു ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. പക്ഷേ ഇപ്പോൾ ഈ സമീപകാലത്തായിട്ട് ഈ തമിഴ്നാട്ടിൽ ഇപ്പൊ വ്യക്തിപരമായ ഒരു രാഷ്ട്രീയത്തിലേക്ക് കടന്നു എന്നൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്കറിയാം വിജയ്ക്ക് ഏറ്റവും വലിയ ഒറ്റകക്ഷി ടി.വിക്ക് വന്നെങ്കിലും അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ലല്ലോ, കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അപ്പം DMK കക്ഷികളെ അത് കോൺഗ്രസ് നേരെ അങ്ങോട്ട് പോയി ചാടി CPM CPI-യുടെയും അവരെ VC-ക്ക് ഉൾപ്പെടെ പാർട്ടികളൊക്കെ പിന്തുണ നേടിയിട്ടാണ് സർക്കാർ ഉണ്ടാക്കിയത്. ആ സമയത്ത് അവർ പറഞ്ഞിരുന്നത്, പിന്നെ സ്റ്റാലിൻ തന്നെ പറഞ്ഞിരുന്നത് 6 മാസം നമ്മളൊരു പീരീഡ് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കും, സൂക്ഷ്മമായി നിരീക്ഷിക്കും, എന്നിട്ട് മാത്രമേ ഈ സർക്കാരിനെ നേരിടൂ, രാഷ്ട്രീയമായി നേരിടൂ, അതുപോലെ അവർക്ക് അവസരം നൽകും തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലത്തെ വിജയുടെ ഇപ്പോൾ പറഞ്ഞത് കന്നി പ്രസംഗം, ആ പ്രസംഗത്തിൽ അച്ഛനെ തേടുന്ന കുട്ടിയെ പറഞ്ഞ കുട്ടിക്കഥയൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് പേഴ്സണലായി പോയി. അതിന് ആ കഥ മാത്രമേ വൈറലായുള്ളൂ. അതിന് ഉദയനിധി സ്റ്റാലിൻ കൊടുത്ത മറുപടി ഉണ്ട്. ആ മറുപടി തീർത്തും പേഴ്സണലായി പോയി. എനിക്കൊന്നത് വിജയ് ചോദിച്ചു വാങ്ങിയ പോലെ തന്നെയാണ് തോന്നുന്നത്. കാരണം സഭയിൽ പിന്നെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ പരിവേഷത്തിൽ വന്നിട്ട് സ്റ്റാലിൻ ഉദയനിധി പറഞ്ഞത് എങ്ങനെയാണ്, ഒരു സിംഗിൾ ടേക്കിൽ ഒരു കുട്ടിക്കഥ പറയാൻ വേണ്ടി സ്പീക്കർ ആക്ഷനൊക്കെ കാണിക്കാൻ അവസരം കൂടി കൊടുത്തു. വന്ന് പറഞ്ഞത് ഇപ്പം നമുക്കറിയാം എന്താ ഉദ്ദേശിച്ചത്. ഉദയനിധിനോട് നിന്റെ അച്ഛനെ കൂടെ കാണുന്നില്ലല്ലോ എന്നാണ് ചോദിച്ചത്. സ്റ്റാലിൻ തോറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി ചെങ്കൽപ്പെട്ട് കോടതിയിൽ ഭാര്യയെ തേടുന്നൊരു ഭർത്താവ് ഉണ്ടെന്നാണ്. ചെങ്കൽപ്പെട്ട് കോടതിയിലാണ് വിജയുടെയും സംഗീതയുടെയും വിവാഹമോചന കേസ് നടക്കുന്നതെന്നും അത് ഒത്തുതീർപ്പിലേക്ക് പോകുന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. നമുക്കറിയാവുന്ന കേസാണ്. അപ്പം ഇവിടെ വന്നിട്ട് സ്റ്റാലിൻ രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയ നേതാവാണ്, മുൻ മുഖ്യമന്ത്രിയാണ്, ഇപ്രാവശ്യം തോറ്റതാണ്. അതൊക്കെ വെച്ചിട്ടായിരിക്കാം വിജയ് ഒരു രാഷ്ട്രീയപരമായ പരാമർശം എന്ന രീതിയിലേക്ക് നടത്തിയിട്ടുണ്ടാവുക. പക്ഷേ അതിന് മുന്നേ തന്നെ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഇത് പറയുമ്പം അത് ഉദയനിധി ചിലപ്പോൾ സഭയിലില്ല, ഒരു വാക്കൗട്ട് നടത്തിയതിനു ശേഷമാണ് ഇത് പറയുന്നത്. അത് നന്നായിട്ട് പുള്ളി അതിനാണ് തിരിച്ചു ചോദിച്ചത് ഭർത്താവിനെ തേടുന്ന ഭാര്യയെക്കുറിച്ച്. അത് ആർക്കാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. വിജയ്ക്ക് അത് വേണ്ടാത്തൊരു പണിയായിരുന്നു എനിക്ക് തോന്നുന്നത്. പക്ഷേ സർക്കാരിലേക്ക് അടക്കം ഈ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് പറഞ്ഞിട്ട് ഈ ഒരു വ്യക്തിപരമായിട്ട് തോന്നുന്ന സ്റ്റാലിൻ ഉദയനിധിക്ക് തോന്നി, അതിന് മറുപടി കൊടുത്തു. അതിനൊരു പുതിയ തലത്തിലേക്ക് പോവുകയാണ്. എന്തായാലും ഇനി അവിടെ പോയി മുറുകും. ഇപ്പൊ നമ്മൾ കണ്ടോലായിരിക്കില്ല. വിജയ് ഒരു നടനായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്ന വ്യക്തിയാണ്. പക്ഷേ നമ്മളൊരു അദ്ദേഹത്തെ ഒരു ഒറ്റ ദിവസം കൊണ്ട് രാഷ്ട്രീയത്തിൽ വന്ന ആളല്ല. അദ്ദേഹം വർഷങ്ങളോളം പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പറയുന്നത് ഈ വിജയ് രാഷ്ട്രീയത്തിലോട്ട് വന്നു. അദ്ദേഹം മുഖ്യമന്ത്രി ആകുമ്പോൾ പോലും ഈ ADMK ആയിക്കോട്ടെ DMK ആയിക്കോട്ടെ അവരുടെ രാഷ്ട്രീയ പാരമ്പര്യം അവിടെ ഉണ്ട്, നിയമസഭയിലുണ്ട്. പ്രത്യേകിച്ച് DMK പോലൊരു കെട്ടപ്പെട്ട ഒരു ശക്തമായൊരു പഴക്കമുള്ള ഒരു പാർട്ടിയാണ് DMK. അവിടെയുള്ള ഒരു മുതിർന്ന നേതാവാണ് സ്റ്റാലിൻ. ഇപ്പൊ നിലവിൽ അവരുടെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം സഭയിലില്ല, പരാജയപ്പെട്ടു പോയത്. ഉദയനിധി സ്റ്റാലിനാണ് അവരുടെ പ്രതിപക്ഷ നേതാവ്. പക്ഷെ സ്റ്റാലിനെ വിമർശിക്കുമ്പോൾ TV-ക്ക് കിട്ടുന്ന ഒരു മൈലേജ് ഉണ്ട്. അതായത് അവർ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്, സ്റ്റാലിനെ ആക്രമിക്കുക. അതുവഴി സ്റ്റാലിന് തുല്യമായിട്ടാണല്ലോ ഇപ്പൊ വിജയ് നിൽക്കുന്നത്. അപ്പൊ അത് ഓരോ നീക്കത്തിലൂടെ അതെത്തിക്കാൻ ശ്രമിക്കുന്നതിനാണ്. അത് തെറ്റൊന്നുമില്ല ഈ പറഞ്ഞത്. പക്ഷെ അതിന് ഇങ്ങനത്തെ ഈ പറയുമ്പോൾ വ്യക്തിപരമായിട്ട് പറയുമ്പോൾ താനും കേൾക്കേണ്ടി വരുന്നുള്ള സാധനം വിജയ്ക്ക് ഇന്നലേക്ക് മനസ്സിലായി. രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ പോലെ വിജയ് രാഷ്ട്രീയ പാരമ്പര്യം ഇല്ല എന്ന് പറയുമ്പോഴും ജീവനിപ്പോൾ പറഞ്ഞാൽ തന്നെ രാഷ്ട്രീയത്തിൽ കുറച്ചധികം പ്രവർത്തിച്ചിട്ടാണ് അവർ കൃത്യമായ മുന്നൊരുക്കത്തോടാണ് തെരഞ്ഞെടുപ്പിന് നേരിട്ടതും ഈ സർക്കാരിലേക്ക് എത്തിയതും. പക്ഷേ ഈ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾക്കും ഇത് മറ്റു വിജയ്ക്ക് അധികം വേണ്ടി വന്നില്ല. നമുക്ക് കരൂരിൽ അപകടം അറിയാം. അന്ന് സാറേ വിജയ്ക്ക് മുന്നൊരുക്കില്ല, അല്ലെങ്കിൽ വിജയുടെ പാർട്ടിക്ക് ഇതിന് ആളെ കൂട്ടുന്ന സംഘടിപ്പിക്കാൻ ഒരു ഏകോപനമില്ല എന്നൊക്കെ പറഞ്ഞ് വിമർശനം വന്നിരുന്നു. പക്ഷേ വ്യക്തിപരമായിട്ട് രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്ന ഈ വ്യക്തിവിരോധത്തിലേക്ക് അല്ലെങ്കിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്ക് ആക്ഷേപങ്ങളിലേക്കൊന്നും വിജയ്ക്ക് അധികം എനിക്ക് തോന്നുന്നില്ല. ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ഇപ്പോഴും പറയുന്നുണ്ട് വിജയ് ഇന്നലെ പറഞ്ഞാൽ തന്നെ സിനിമയിൽ നേരിട്ട് വന്നു, സിനിമയിൽ മുഖ്യമന്ത്രിയാകുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ കൂടി ഇത്തരത്തിലുള്ളൊരു ഈ നമ്മൾ പറയുമ്പോൾ രാഷ്ട്രീയക്കാരെ പറയുമ്പോൾ ഒരു മനക്കെട്ടി ഉണ്ടല്ലോ ഇതെല്ലാം കേൾക്കാനും ഇതാക്കാനും, അതിലേക്ക് എത്ര വിജയ്ക്ക് ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് സ്റ്റാലിനും പറഞ്ഞപ്പോൾ നേരെ തിരിച്ച് തൻ്റെ ഇപ്പം വ്യക്തി ജീവിതം ഇതിലേക്ക് കൊണ്ടുവരണമെന്ന് വെച്ചാൽ എവിടെയായാലും അത് ഉണ്ടാവാറുണ്ട്. നമുക്കറിയാം. പിന്നെ മുഹമ്മദ് റിയാസിനൊക്കെ ഇപ്പോഴും ഒരു DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് പിണറായി വിജയന്റെ മകളെ കല്യാണം കഴിച്ചത്. എന്നിട്ട് മരുമോനലായിട്ട് ചുരുങ്ങുന്നുണ്ട്. ആ ഒരു ലെവലിലേക്കാണ് കാണുന്നത്. അങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്ന രീതി രാഷ്ട്രീയത്തിൽ കേരളത്തിലായതുകൊണ്ട് അവിടെയുണ്ട്. അത് ഈ പറയുമ്പം തൻ്റെ കുടുംബജീവിതമായിട്ട് വലിച്ചു വെക്കുന്നത് സ്റ്റാലിൻ അവിടെ കൊണ്ട് നിർത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം വിജയുടെ പിറന്നാളായിരുന്നു, കേക്കൊക്കെ മുറിച്ച് പിറന്നാളൊക്കെ ആഘോഷിച്ചായിരുന്നു. അത്തരത്തിലുള്ള പരാമർശങ്ങളിലേക്കൊന്നും ഉദയനിധി എത്തിയില്ല എന്നുള്ളതാണ് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വല്ലാത്തൊരു ഇപ്പം തന്നെ ഒരു വായടപ്പിച്ച മറുപടി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. കുടുംബ കോടതിയുടെയും ചെങ്കൽപ്പെട്ടിലെ കേസ് പറഞ്ഞിട്ട്
അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അത് വിജയ്ക്ക് വല്ലാതെ ഈ ബൂസ്റ്റ് ആവുന്നതിനനുസരിച്ച് തന്നെ അവിടെ കാറ്റഴിഞ്ഞു പോകുന്ന അവസ്ഥയും കൂടി ഉണ്ട്. അതുകൊണ്ട് കാണുന്നുണ്ട്. അതായത് വിജയ് ഇങ്ങനെ DMKക്കെതിരെ പ്രത്യേകിച്ച് സ്റ്റാലിനെതിരെ ഇങ്ങനെ അറ്റാക്ക് നടത്തുന്ന പ്രധാന കാരണമായിട്ടുള്ള പറയുന്നത്, അതായത് സ്വാഭാവികമായിട്ടും ഈ TVKക്കെതിരെ ഉള്ള ഒരു വലിയൊരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്മാരുടെ പാർട്ടി എന്നൊരു ആരോപണമുണ്ട്. കാരണം വെച്ചാൽ നടന്മാരുടെ പാർട്ടിയാണ്. പിന്നെ ഇവരുടെയൊക്കെ MLA ആയാലും മന്ത്രിമാരായാലും ഇവർക്ക് പരിചയസമ്പത്ത് ഇല്ല എന്നുള്ളൊരു ആരോപണം ശക്തമാണ്. അത് പൊതുസമൂഹത്തിലും ആരോപണമുണ്ട്. TVK അനുഭാവികളും TVK വോട്ട് ചെയ്തവരും അത് ഏറെക്കുറെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ DMK ഈ ശക്തമായിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യുന്നത് ഈ നടന്മാരുടെ പാർട്ടി എന്നുള്ള ലേബിൾ വെച്ചാണ്. അതിന് കഴിഞ്ഞ ദിവസം വിജയ് നിയമസഭയിൽ മറുപടി നൽകിയിട്ടുമുണ്ട്. അതായത് ഞങ്ങൾ ഒരു സുപ്രഭാതത്തിൽ നടന്മാരുടെ പാർട്ടിയായിട്ട് വന്നല്ല, ഞങ്ങൾ സാധാരണ എല്ലാവരും തന്നെ ഒരു പാർട്ടി രൂപീകരിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ചെയ്ത് ആദ്യം ജനങ്ങളിലേക്ക് ഇറങ്ങി, അതിനുശേഷമാണ് ഞങ്ങൾ പാർട്ടി രൂപീകരിച്ച് അധികാരത്തിലെത്തുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ വിജയ് ഇവിടെ സ്വീകരിക്കുന്നതിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണം നടന്മാരുടെ പാർട്ടി, താൻ നടനാണ്, ഒരു സുപ്രഭാതത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായി എന്നുള്ള ഒരു ആരോപണം അദ്ദേഹം DMK ശക്തമായിട്ട് കേൾക്കുന്നുണ്ട്. അതിനെതിരെ ഒരു ഒറ്റ ദിവസം കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു മറുപടിയാണ് അദ്ദേഹം നടത്തിയത്. അതായത് അത് ഏറ്റവും രാജാവിനെ തന്നെ വീഴ്ത്തുക എന്നുള്ളൊരു തന്ത്രം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാണ് അദ്ദേഹം സ്റ്റാലിനെ അടിക്കാൻ നോക്കുന്നത്. പക്ഷെ സ്റ്റാലിന്റെ ഭാഗത്തുനിന്ന് ആ പ്രതികരണം ഉണ്ടായില്ല. പക്ഷെ ഉദയനിധിയുടെ ഭാഗത്തുനിന്ന് പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ഒരു നീക്കത്തിൽ എനിക്കിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ വിജയ് ഒരു കന്നി പ്രസംഗം തന്നെ 45 മിനിറ്റോളം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. അത്രയും വലിയ പ്രസംഗം നടത്തുന്നു, അതിലെ ആക്ഷനൊക്കെ കാണിച്ച് സ്പീക്കർ അനുമതിയുടെ ആക്ഷനൊക്കെ കാണിക്കുന്നു. വിജയ് തന്റെ ആരാധകർക്ക് വേണ്ടി ഒരു മാസ്, ആരാധകർ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ വോട്ടർമാർ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി മാസ് ഇന്നലെ കാണിച്ചിട്ടുണ്ട്, അതിൽ സംശയം വരുന്നില്ല. പക്ഷേ അതിന് മറുപടിയായിട്ട് ADMK DMK പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ വിജയ് ആരോപണം ഉന്നയിക്കുമ്പം നമുക്കറിയാം പിന്നെ മുൻ സർക്കാരിനെതിരെ വലിയ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിന് സഭയിൽ ചില പ്രൊസീജിയറൊക്കെ ഉണ്ട്. ഇപ്പം ആരോപണത്തിന് മുമ്പ് സ്പീക്കർക്ക് അതിനുള്ള തെളിവ് കൊടുക്കുക എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഇവർ പാലിക്കുന്നില്ല. ഈ നടന്മാരുടെ പാർട്ടി അല്ലെങ്കിൽ അനുഭവസമ്മതമില്ലാത്ത പാർട്ടി എന്ന് പറയുമ്പോൾ അതിനെ എനിക്കൊന്ന് അത് കുറച്ചും കൂടി ശക്തി പകരുന്ന രീതിയിലാണ് വിജയ് ഇന്നലെ സംസാരിച്ചത്. അതാണ് ഉദയനിധി ഇന്നലെ പിന്നെ സഭയിൽ ചൂണ്ടിക്കാട്ടിയതും. ഇതിന്റെ മാത്രമല്ല ADMK DMK പറയുന്നുണ്ട് ഇവർ സഭയിൽ ഒരു കീഴ്വഴക്കങ്ങളും അറിയില്ല. ഒരു പുതിയ പാർട്ടി വരുമ്പം അനുഭവസമ്മതത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രവൃത്തി വെച്ചതിന്റെ കുറവുണ്ടാവാം, സഭയിലെ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും അറിയാത്ത പ്രശ്നം ഉണ്ടാവാം. പക്ഷെ അതിനും കൂടി ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പം മുൻ സർക്കാരിന്റെ അഴിമതി പല പാർട്ടി സർക്കാരിന്റെ ഫണ്ട് മാറ്റി പാർട്ടി ഫണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിന് തെളിവ് എവിടെ? ആ തെളിവ് കൂടെ ഉന്നയിക്കാൻ മുഖ്യമന്ത്രിയാണ്, പഴയൊരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ എവിടെയില്ലാത്ത രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ സിനിമ നടനോ അല്ല പറയുന്നത്. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാണ്. മുൻ മുഖ്യമന്ത്രിയുടെയും മുൻ സർക്കാരിനെയും കുറിച്ച് ഒരു പാർട്ടി ഫണ്ടിലേക്ക് പിന്നെ സർക്കാർ ഫണ്ട് മാറ്റിയതിൽ വലിയ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പം അതിന് തെളിവ് സഭയിൽ ഹാജരാക്കാൻ പറ്റണം. അതൊന്നുമില്ലാതെ ഈ പറഞ്ഞാൽ മാസ് ഡയലോഗ് എന്ന് പറഞ്ഞു പോകുന്ന രീതിയിലാണ് വിജയ് നില പ്രവർത്തിച്ചത് എനിക്ക് തോന്നുന്നത്. ആരാധകർക്കും പാർട്ടി പ്രവർത്തകർക്കും വേണ്ട മാസ് കിട്ടുന്നുണ്ട്. പക്ഷെ സഭയിലെ ചട്ടങ്ങളും ജനാധിപത്യത്തിന്റെ ചട്ടങ്ങളും ഇവിടെ പാലിക്കുന്നില്ല. അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇവർ സഭയിൽ നിന്ന് പിന്നെ വാക്കൗട്ട് ചെയ്യാൻ എടുത്ത് പോകുന്നത്. വാക്കൗട്ട് ചെയ്ത് പോയതിനു ശേഷമാണ് ഉദയനിധിയോട് പിന്നെ ഒരു കുട്ടിക്കഥ പറയട്ടെ പറഞ്ഞിട്ട് വെയിലത്തിറങ്ങിക്കുന്ന ഒരു കർഷകന്റെ വെയിലത്തിറങ്ങിയിട്ട് അച്ഛനെ നോക്കുന്ന മകനെ കുറിച്ച് പറയുന്നത്. അപ്പം അതിനുള്ള മറുപടിയായിട്ടാണ് സ്റ്റാലിൻ ഈ പറഞ്ഞ സ്റ്റാലിൻ എന്ന് പറഞ്ഞ ഉദയനിധി സ്റ്റാലിൻ ഈ മറുപടിയും കൊടുക്കുന്നത്. അപ്പം ആ മറുപടിക്ക് അത് കിട്ടി. അതിനു മുമ്പ് പറഞ്ഞ ആരോപണങ്ങൾ തെളിയിക്കാൻ വേണ്ടത്, അല്ലെങ്കിൽ ആരോപണങ്ങൾ മുഖ്യമന്ത്രി പറയുമ്പോൾ അതിന് തെളിയിക്കണം, അന്വേഷിച്ച് കണ്ടെത്തണം, അതൊക്കെ ചെയ്യാനുണ്ട്. അതൊന്നും ചെയ്യാതെ ഈ വന്ന് മാസ് ഡയലോഗ് പറഞ്ഞാൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിജയ്ക്ക് പവറുണ്ട്, അധികാരമുണ്ട്, മുഖ്യമന്ത്രിയാണ്. ഈ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ പാർട്ടി ഫണ്ട് മാറ്റി തരുമ്പോൾ അതിനെ തെളിവ് ഇതാ, ഈ ഫണ്ട് ഇത്ര ഫണ്ട് ഇന്ന വകുപ്പിൽ ഇന്ന ഫണ്ട് മാറ്റിയിട്ടുണ്ട്, ഇത് മുൻ സർക്കാരാണ് മാറ്റിയെന്ന് പറഞ്ഞാൽ അവിടെ വിശ്വാസ്യത കൂടും. ഈ പറഞ്ഞ മാസ് ഡബിൾ മാസ് കാണിക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. അതില്ലാതെ വന്നിട്ട് ഒരു പൊടിപ്പും തങ്ങലും ഇതിൻ്റെ കാടടച്ച് വെടിവെക്കുന്ന വിജയ് പറയുന്നതിനെ കൊണ്ട് കാര്യം ഉണ്ടാകുന്നില്ല. സമയമുണ്ട്, ഇപ്പോൾ 1 മാസം ആയതേ ഉള്ളൂ. ഇനി സമയമുണ്ട്. ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവരെ DMK എങ്ങനെ പ്രതികൂട്ടിൽ നിർത്താൻ അവർ നിർത്തട്ടെ. അതിന് മുൻ സർക്കാരിനെ ADMK പ്രതികൂട്ടിൽ നിർത്താൻ അവർ നിർത്തട്ടെ. അയാൾ പറയുന്നുണ്ടല്ലോ മക്കളുടെ പണം തൊട്ടവരെ വിടമാട്ടെ. ഇതിന് മുന്നേ ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ അവരെയും വിടമാട്ടെ വരുന്നുണ്ട്. വിടേണ്ടതില്ല, അത് കൃത്യമായി ചെയ്യട്ടെ. പക്ഷെ അതിന് തെളിവ് ഹാജരാക്കാൻ വേണ്ടി വിജയ്ക്ക് വരണം. അല്ലാതെ ഈ മാസ് ഡയലോഗ് പറഞ്ഞു പോകുമ്പോൾ ഇതുപോലുള്ള വ്യക്തിപരമായിട്ട് മാസ് അടിക്കുമ്പോൾ തിരിച്ചും വ്യക്തിപരമായി കിട്ടും. അതിനുള്ള ഗ്രൗണ്ട് തൻ്റെ ഗ്രൗണ്ട് എന്നാണെന്ന് വിജയ് മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ലിജിൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഈ വിജയ് പറയുന്നതിന് കൈയടിക്കുന്ന ആരാധകരുണ്ടെന്ന്. ആരാധകര് നിയമസഭയിലുണ്ട്. വിജയുടെ പ്രസ്താവനത്തിന് പിന്നാലെ അവിടെ അടുത്തിരുന്നവരും പുറകെ പിന്നിലിരുന്നവരെല്ലാം കൈയടിക്കുകയും ഡെസ്കിലടിച്ച് ശബ്ദം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഈ കഴിഞ്ഞ 40ഓളം ദിവസത്തിനിടയിൽ ഈ വിജയ് സർക്കാർ നേരിട്ട കുറച്ച് ആരോപണങ്ങളുണ്ട്. പ്രത്യേകിച്ച് തമിഴ് തായ് വാഴ്ത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. പിന്നെ ഈ മെക്കതേട്ട് കണക്കിട്ട് വിഷയത്തിൽ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ആവശ്യമായ പഠനം നടത്തിയില്ല, ആവശ്യമായ ഒരു ഗ്രഹപാഠം നടത്താതെയാണ് പ്രമേയം അവതരിപ്പിച്ചത് എന്നുള്ള ഒരു ആരോപണമുണ്ട്. അങ്ങനെ കുറച്ച് ഒട്ടനവധി വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ജ്യോതിഷിയെ നിയമിച്ചൊരു വിവാദം, ആ ജ്യോതിഷിയെ നിയമിച്ചിട്ട് പിറ്റേ ദിവസം അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ എടുത്തു ചാടിക്കൊണ്ടാക്കിയ കുറച്ച് തീരുമാനങ്ങൾ, അതൊക്കെയാണ് ഇവര് പറയുന്നത് ഒരു നടന്മാരുടെ പാർട്ടി അല്ലെങ്കിൽ നടനായി വന്നു ചെയ്തു, അങ്ങനെയുള്ള ഈ തുടർച്ചയായ വീഴ്ചകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഈ 40 ദിവസത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്.
ഇതിനിടയിൽ ഒട്ടുമിക്ക പദ്ധതികളും അദ്ദേഹം പറയുന്നുണ്ട്, ഈ DMK പറയുന്നുണ്ട് പല പദ്ധതികളും ആന്ധ്രയിലേക്ക് പോയെന്നൊക്കെ ഉൾപ്പെടെ അതല്ല, മുൻ സർക്കാരിന്റെ പദ്ധതികളൊക്കെ അവർ പ്രഖ്യാപിച്ചിട്ട് ഈ പേര് മാറ്റി പറയുന്നത് അമ്മ ക്യാൻറ്റീൻ, ജലലളിത അമ്മ ക്യാൻറ്റീൻ ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ ഇവർ വീണ്ടും തുടങ്ങുന്നുണ്ട്. അങ്ങനെ സ്വന്തം പേരിലൊക്കെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ പറയുന്നുണ്ട് വൻകിട പദ്ധതികൾ ഈ 40 ദിവസത്തിനുള്ളിൽ തന്നെ ആന്ധ്ര സ്വന്തമാക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ 40 ദിവസത്തിലുള്ള ആന്ധ്ര സ്വന്തമാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പൊ ഇവരുടെ വ്യവസായ മന്ത്രിയായിട്ടുള്ള കീർത്തനയാണ് ഇവരുടെ TVKയുടെ മന്ത്രി. വളരെ പരിചയ സമ്പത്ത് വളരെ കുറവാണ്. അവർക്ക് ഇതിനെ പ്രതിരോധിക്കാനൊന്നും പറ്റുന്നില്ല ഇങ്ങനെയുള്ള DMKയുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ആരോപണത്തെ. അപ്പൊ ഇവർക്ക് ഈ ആരോപണത്തെ എങ്ങനെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ പരിചയക്കുറവ് ഈ TVKയുടെ ഭാഗത്ത് ശക്തമായിട്ടുണ്ട്. അവരിപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം മുമ്പ് കുറച്ച് മുല്ലിച്ചും പറഞ്ഞ പോലെ സിനിമ സ്റ്റൈലിൽ ആരാധകരെ തൃപ്തിപ്പെടുന്ന രീതിയിൽ വിജയ് സംസാരിക്കുകയും ആംഗ്യഭാഷ കാണിക്കുകയും അത് സഭയിലും പുറത്തെല്ലാം കാണിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് അറിയാം തന്നിക്കൊപ്പം ആരാന്ന്, തന്റെ ആരാധകരാരാന്നൊക്കെ അറിയാം. അതാണ് അദ്ദേഹം പുറത്തെടുക്കുന്നത്. പക്ഷെ അതേ രീതിയിൽ രാഷ്ട്രീയമായിരിക്കും DMK ഉപയോഗിക്കുക. അവർ രാഷ്ട്രീയ ഭാഷയിൽ തന്നെ തിരിച്ചടിക്കുമ്പോൾ TVKക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതൊരു സത്യസന്ധമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിവിടെ രാഷ്ട്രീയ പരിചയക്കുറവുണ്ട്. മറുഭാഗത്ത് DMKയുടെ ഭാഗത്തുണ്ടെങ്കിൽ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് അവർ വളർന്നു പോകുന്നത്. ആ അച്ചടക്കത്തിലാണ് അവിടെ അവരുള്ളത്. അപ്പൊ നമ്മൾ ഉദയനിധി സ്റ്റാലിനെ എല്ലാവരും വില കുറച്ച് കണ്ടു. കാരണം സ്റ്റാലിന് ശേഷം നിയമസഭയിൽ അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവായിട്ട്. ഉദയനിധി സ്റ്റാലിനെ എല്ലാവരും വില കുറച്ചുണ്ട്. കാരണം വെച്ചാൽ പറയുന്നത് ഉദയനിധിയെ കൊണ്ട് ഇനി DMK മുന്നോട്ട് പറ്റുമെന്നാണ്. കാരണം വെച്ചാൽ വിജയ് ഇവിടെ ശക്തനായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ. പക്ഷെ അത് ഇപ്പോഴും ഉദയനിധിക്ക് അത് തെളിയിക്കാൻ പറ്റുന്നുണ്ട്. വിജയ്ക്ക് പറ്റിയ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ TVKക്ക് ഇപ്പോഴൊരു വലിയൊരു ഭീതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവർക്കിപ്പോ ഭരിക്കാനുള്ള സാഹചര്യ സന്ദർഭം എല്ലാം ഉണ്ടെങ്കിലും ഭരണപരമായ മികവ് ഇവർക്ക് ഇല്ല. അതുപോലെ തന്നെ ഇവർക്ക് കേന്ദ്ര സർക്കാരുമായിട്ട് രമ്യതയിൽ പോകാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ DMK ആയിക്കോട്ടെ കേന്ദ്ര സർക്കാരുമായിട്ട് ഇപ്പോഴും തിരിച്ചടി ഉണ്ടാവും. അങ്ങനെ ഒരു നീക്കത്തിൽ പരസ്യടി ഇവർക്ക് പോകാനും പറ്റില്ല. കാരണം തമിഴ്നാടിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അത് വൻ തിരിച്ചടിയാവും. പക്ഷെ അപ്പോഴും നമുക്ക് നോക്കേണ്ട കാര്യമുണ്ട്. ഇപ്പൊ അണ്ണാ-DMK ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും DMK ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും അവർ ഏത് കേന്ദ്രത്തിൽ ആര് കോൺഗ്രസ് ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ അവര് വേണ്ട കാര്യങ്ങൾ വേണ്ടി നേടിയെടുത്തിട്ടുണ്ട്. ശക്തമായ സമ്മർദ്ദം ചെലുത്താനും ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് DMK തിരിഞ്ഞു നിന്നത് ഇടത്തോട്ട് നിന്നത് അവർക്ക് അതിനുള്ള ശക്തമായ കെട്ടുറപ്പുണ്ട്. പക്ഷെ TVKയെ സംബന്ധിച്ച് ഇപ്പം കേന്ദ്രത്തിൽ പോലും നരേന്ദ്രമോദി സർക്കാരിൽ ഒരു സമ്മർദ്ദം ചെലുത്താനുള്ള പോലും സാധ്യതയോ അതിനുള്ള ഒരു കെൽപ്പ് അവർക്കില്ല. അങ്ങനെയുള്ള സാഹചര്യമാണ് വിജയ് അറിയില്ല. അപ്പൊ ഈ വിജയെ സംബന്ധിച്ച് ഒത്തിരി തിരിച്ചടികളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയാണ് അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ യഥാർത്ഥ പ്രതിസന്ധിയിലേക്ക് കടക്കാൻ പോകുന്ന സമയം എന്ന് പറയുന്നത്. പക്ഷേ DMKയെ സംബന്ധിച്ച് നമുക്കറിയാം അവരുടെ നല്ല ഭരണപരിചയമുള്ള MLA-മാരുണ്ട്. അതുപോലെ തന്നെ അവരുടെ പാർട്ടിക്ക് അച്ചടക്കമുണ്ട്, കെട്ടുറപ്പുണ്ട്, താഴെത്തട്ടിൽ വരെയുള്ള പ്രവർത്തന ശൈലിയുണ്ട്, രീതികളുണ്ട്. പക്ഷെ TVKയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒന്നുമില്ല. ഒരു കെട്ടുറപ്പില്ല. ആകെയുള്ള ഇവർക്ക് നിലവിൽ MLA-മാരുണ്ട്, ഒരു മുഖ്യമന്ത്രിയുണ്ട്, അവർക്ക് ഒരു സർക്കാരുണ്ട് എന്നുള്ളതല്ലാതെ അടിത്തട്ടിലേക്കുള്ള പ്രവർത്തനമില്ല. അതുപോലെ തന്നെ കേന്ദ്രവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗവുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പ്രതിസന്ധി ഉണ്ടാകുന്ന അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ DMK എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ആംഗ്യഭാഷ അല്ലെങ്കിൽ തഗ്ഗടിക്കുക എന്നുള്ളതിലൊക്കെ ആയിരിക്കും വിജയ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് ആകില്ല എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ആ ഒരു തിരിച്ചറിവിൽ നിന്ന് മാത്രമേ വിജയ്ക്ക് ഒരു യഥാർത്ഥ രാഷ്ട്രീയത്തിലേക്ക് എത്താൻ സാഹചര്യമുള്ളൂ. അതാണ് വിജയ് നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധി. ഇനി പറ്റി തെളിയേണ്ടതുണ്ട്. ഈ പറഞ്ഞ രാഷ്ട്രീയവും ഈ മാസ് ഡയലോഗിനൊപ്പം രാഷ്ട്രീയത്തോടുകൂടി അല്ലെങ്കിൽ എന്താണോ ചെയ്യേണ്ടത് ഉത്തരവാദിത്വം മനസ്സിലാക്കിയ കടമകൾ കൃത്യമായി നിറവേറ്റാൻ പറ്റിയില്ലെങ്കിൽ മാസം അടിച്ച് പിടിച്ചിക്കാനാവില്ല. ഈ ചിലപ്പോൾ 1-2 മാസം കൂടി പറ്റുമായിരിക്കും. പിന്നെ കൃത്യമായ പ്രതിരോധത്തിലാവും. ഇപ്പോൾ പറഞ്ഞാൽ തന്നെ DMK ADMK അവിടെ ഉണ്ട്, പ്രതിപക്ഷത്തുണ്ട്. രണ്ട് ശക്തമായി നേരിടാൻ പറ്റില്ല. അത് വിജയ്ക്ക് തിരിച്ചടിയാവും. വിജയ് ഇനിയാണ് ശരിക്കും പരീക്ഷണങ്ങൾ നേരിടാൻ വേണ്ടി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. മുഖ്യമന്ത്രി നിലയിലും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും വിജയ്ക്ക് ഇനിയാണ് തെളിയിക്കാനുള്ളത്. അതിന് ഉദയനിധി സ്റ്റാലിൻ തന്നെ മതി എന്ന് എനിക്ക് തോന്നുന്നു പ്രതിപക്ഷത്ത് നയിക്കാൻ വേണ്ടിയിട്ട്. കൃത്യമായി ഈ ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം കാണുന്നത്. ആദ്യം നമുക്കറിയാം സർക്കാർ വന്ന ശേഷം രണ്ടുപേരും വൻ രമ്യതരായിരുന്നു. സ്റ്റാലിനെ കാണാൻ പോകുന്നു, ഉദയനിധി ബുക്ക് കൊടുക്കുന്നു, അങ്ങനെ നല്ലൊരു ഇതായിരുന്നു. അതെന്തായാലും 1 മാസം കൊണ്ട് തെറ്റിയിട്ടുണ്ട്. ഇനി വരുന്ന 5 മാസം 6 മാസത്തെ ടൈമാണല്ലോ സ്റ്റാലിൻ പറഞ്ഞത്. 5 മാസം കൂടെ കഴിയുമ്പോഴേക്കും നമുക്കറിയാം എന്താവുന്നത്. എന്തായാലും അത്ര സുഖകരമായിരിക്കില്ല വിജയുടെ യാത്ര. DMKയുടെയും TVKയുടെയും രാഷ്ട്രീയം അത്ര സുഖകരമായി പോകുന്നു തോന്നുന്നില്ല.